കലോത്സവത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക ഘോഷയാത്ര തലസ്ഥാന നഗരിയെ ഉത്സവമാക്കി. 50 സ്കൂളുകളിൽ നിന്ന് 7000-ഓളം വിദ്യാർത്ഥികൾ ഘോഷയാത്രയിൽ അണിനിരന്നു. സഹിഷ്ണുതയുടെയും ഒത്തൊരുമയുടെയും സന്ദേശം വിളിച്ചറിയിക്കുന്നതായിരുന്നു സാംസ്കാരിക ഘോഷയാത്ര. പരമ്പരാഗത കലകൾ പുതുതലമുറയ്ക്ക് അന്യമല്ലെന്നും ഈ കാഴ്ചകൾ തെളിയിച്ചു. സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന നാടൻ കലാരൂപങ്ങൾ, ബാൻഡ് മേളം, നിശ്ചല ദൃശ്യങ്ങൾ. വർണ്ണാഭമായിരുന്നു 56ാമത് സ്കൂൾ കലോത്സവത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള സാംസ്കാരിക ഘോഷയാത്ര. സംസ്കൃത കോളേജിന് മുന്നിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര DGP TP സെൻകുമാർ ഫ്ലാഗ് ഓഫ് ചെയ്തു. 1000-ലധികം സ്കൗട്ട് ആൻഡ് ഗൈഡ്സും 500-ലധികം NCC കേഡറ്റുകളും ഘോഷയാത്രയിൽ അണിനിരന്നു. പോലീസിന്റെ അശ്വാരൂഢ സേനയാണ് ഘോഷയാത്ര നയിച്ചത്. മുത്തുക്കുടയേന്തിയ 56 വിദ്യാർത്ഥിനികളും 56 മോട്ടോർ ബൈക്കുകളുടെ സാഹസിക പ്രകടനങ്ങളും നഗരവീഥികളിൽ ദൃശ്യവിസ്മയം തീർത്തു. വർണ്ണാഭമായ ഘോഷയാത്രയ്ക്കൊപ്പം വീക്ഷിക്കാനെത്തിയ വൻ ജനപങ്കാളിത്തവും വലിയ ആവേശമാണ് സംഘാടകരിൽ മത്സരാർത്ഥികളിലും ജനിപ്പിച്ചത്. പൊലിമ ഒട്ടും കുറയ്ക്കാതെയുള്ള ആഘോഷങ്ങൾക്ക് കാഴ്ചക്കാരായി തലസ്ഥാന നഗരവും റോഡിനിരുവശവും നിരന്നു. തുടർന്ന് ഉത്സവ പ്രതീതിയിലായി അനന്തപുരിയാകെ. രാജവീഥികൾ വർണ്ണങ്ങൾ ചാലിക്കുന്നതായിരുന്നു കലോത്സവത്തിന്റെ സാംസ്കാരിക ഘോഷയാത്ര. ഇനി 7 നാളുകളിൽ അനന്തപുരിയിൽ കലയുടെ ശംഖുലി മുഴങ്ങും. പുത്തരിക്കണ്ട മൈതാനിൽ നിന്നും ക്യാമറമാൻ ഷിജു ചാവറയ്ക്കൊപ്പം ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ.